ഹയർ സോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു കന്നഡ ചിത്രമാണ് എങ്കിലും ഇതിൻ്റെ മലയാളം ഡബ്ബിംഗ് അവൈലബിൾ ആണ്. നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അവരുടെ ഫുൾ എഫോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. പഴയ ഒരു അടിപൊളി മലയാള സിനിമയൊക്കെ കാണുന്ന ഫീലാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഒരു ശതമാനം പോലും നമുക്ക് നെഗറ്റീവ് പറയാനില്ലാതെ അടിപൊളിയായി അവർ ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്. കഥയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പോലും പറയുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു പ്ലോട്ട് എങ്ങനെ കൈകാര്യം ചെയ്ത് നല്ലൊരു സിനിമയാക്കി പ്രേക്ഷകരിൽ എത്തിക്കാം എന്ന ഒരു കാര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വിജയിച്ചിട്ടുണ്ട് എന്നത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ എത്രത്തോളം നമ്മുടെ കണ്ണിന് കുളിർമയാകുന്നത് കാണുമ്പോൾ നമുക്കും കൂടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് അവർ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പ്രണയ സീൻസൊക്കെ സത്യം കാണുന്ന നമുക്ക് കൂടി പ്രണയിക്കാൻ പോകുന്ന രീതിയിൽ അത്ര പെർഫെക്റ്റായി അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് സിനിമ. ഈ സിനിമ മസ്റ്റായി കണ്ടിരിക്കണം എന്ന് തന്നെയാണ് പറയാൻ എനിക്ക് തോന്നുന്നത്. മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അത്രയ്ക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളായി ഇത്രത്തോളം എൻജോയ് ചെയ്ത് നല്ലൊരു സിനിമ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണാൻ ശ്രമിക്കുക. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇതിൽ ഓരോ സീൻസും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ സംശയമോ ടെൻഷനോ അടുത്തെന്താണെന്നുള്ള ആകാംക്ഷ ഇതൊന്നും വരില്ല. എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. നെഗറ്റീവായി ഒന്നും തന്നെ പറയാൻ ഈ സിനിമയിൽ എനിക്കില്ല. ഇതിൻ്റെ ഡയറക്ഷനും എഴുത്തും ചെയ്തിരിക്കുന്നത് JP തുമ്മിനാട് എന്ന് പറയുന്ന ആളാണ്. പുള്ളി പെർഫെക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഷനീൽ ഗൗതം, JP തുമ്മിനാട്, സന്ധ്യ അരക്കരെ തുടങ്ങിയവരൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.